ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാലും രാജുവേട്ടൻ ഇങ്ങനെ നമ്മളെ ചതിക്കോ? ഒരിക്കലുമില്ല. രാജു നമ്മളെയല്ല ആരെയും ചതിക്കില്ല. ചേച്ചി കരയാതിരിക്കേ. ഇതേ ചിലരൊക്കെ ചേർന്ന് രാജുവിനെ ചതിക്കാൻ നോക്കുന്നതാ. ഇത് തന്നെ പറ്റിയ അവസരം. മഞ്ഞൾ കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും അവൾക്ക് അയച്ചു കൊടുക്കണം. അവളെല്ലാം അറിയട്ടെ. രാജു, നമുക്കൊരു സെൽഫി എടുക്കാം. വാ, ചിരിക്കേ. നാളെ മുതൽ ഒരാളുടെ വൈഫാവേണ്ട പെണ്ണാ ഈ ഇരിക്കുന്നത്. ഇപ്പൊ മുതൽ ടെൻഷൻ അടിക്കില്ലേ? അല്ല, എന്താ ചേച്ചി അനിയത്തിയും കൂടി തമാശ പറഞ്ഞിരിക്കുവാണോ? മാതൃകാ സഹോദരികള്. അല്ല, ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ, കാമുകൻ കാമുകയെ വഞ്ചിച്ചാലോ കാമുകി കാമുകനെ വഞ്ചിച്ചാലോ പറയുന്നൊരു വാക്ക്. എന്താ അത്? ആ, തേപ്പ് തേപ്പ്. ഇതൊക്കെ സിനിമയും സീരിയലൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാ കേട്ടോ. തേപ്പ്. ഇതൊക്കെ അമ്മായി ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാൻ ഇതുവരെ ആരെയും തേച്ചിട്ടില്ല. അപ്പുന് തേക്കാനുള്ള പ്രായം ആയിട്ടില്ല. പ്രായമൊക്കെ വിട്. ഇവളുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ആ, ഇപ്പൊ ഞാൻ വന്നതേ നിന്നോടൊരു കാര്യം പറയാനാ. ആ രാജു ഉണ്ടല്ലോ, അവൻ ഒന്നാന്തരം ഒരു തേപ്പുകാരനാ. അവൻ നിന്നെ അക്ഷരം പ്രതി വഞ്ചിക്കുക. രാജു ആരെയും വഞ്ചിക്കില്ല. നീ അവനെ വിശ്വസിച്ചോ? പക്ഷേ അവൻ നിന്നെ ചതിക്കും. നാളെ നീയും രാജുവും തമ്മിലുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മായിക്ക് ചേച്ചിയോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി എന്തും പറയാന്ന് കരുതരുത്. ചലിക്കാൻ നിക്കടി. ഈ തറവാടേ എന്റെയും കൂടിയാ. ഇവിടെ ഒരു നാണക്കേട് വന്നാ അതെന്നെയും കൂടി ബാധിക്കും. അതിനാണോ അമ്മായി ഈ നുണയൊക്കെ പറയുന്നത്? നുണയോ? നോക്ക്, ശരിക്കും നോക്ക്. രാജുവും രമ്യയും തമ്മിലുള്ള മഞ്ഞൾ കല്യാണം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതിന്റെ തെളിവാ ഇത്. അവനെ ആ രമ്യയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ വേഴാമ്പലിനെ പോലെ ആകാശത്ത് നോക്കിയിരിക്കും. ഒരു കല്യാണ പെണ്ണ്.
ചേച്ചി 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 കരയില്ലേ? ചേച്ചി ചേച്ചി എന്നാലും രാജുവേട്ടൻ ഇങ്ങനെ നമ്മളെ ചതിക്കോ? ഒരിക്കലുമില്ല. രാജു നമ്മളെയല്ല ആരെയും ചതിക്കില്ല. ചേച്ചി ചേച്ചി കരയാതിരിക്കേ. ഇതേ ചിലരൊക്കെ ചേർന്ന് രാജുവിനെ ചതിക്കാൻ നോക്കുന്നതാ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രാജു വരും. പ്രതാപന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാ രാജു. പ്രതാപനും മോളും ഇല്ലെങ്കിൽ രാജു ഇല്ല. രാജു മോളുടേതാ, അതില് യാതൊരു സംശയവും വേണ്ട. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് രാജു വരുമെന്ന്. അത് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് കളങ്കം അറിയാത്ത എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയാ. നീതിയും നന്മയും മനസാക്ഷിയും വിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം നമ്മുടെ കൂടെയാ. അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ പൊന്നുമോള് കരയണ്ട. രാജുവും നീയും തമ്മിലുള്ള കല്യാണം നടക്കും. ആ കല്യാണമേ നടക്കൂ. ചേച്ചി ആർഭാടത്തോടെ അല്ലെങ്കിലും നാളെ ഒരു കല്യാണം നടക്കുന്ന വീടായത്. ഇതുവരെ അതിൻ്റെതായുള്ള അനക്കങ്ങളോ ഒരുക്കങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. കല്യാണത്തിന് ഒത്തിരി ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും വേണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചല്ലേ ഏട്ടാ? അതല്ലെങ്കിലും വേണ്ട. രാജുവും ഋതുമോളും തമ്മില് നേരത്തെ കല്യാണം കഴിഞ്ഞൊരു വാർത്ത നാട്ടിൽ പരക്കെയല്ലേ. പക്ഷേ ഞാൻ പറയാവുന്ന അതല്ല ശേര. ഇതുവരെ ഈ വീട്ടിൽ എന്ത് ആഘോഷം നടന്നാലും അതിന്റെയൊക്കെ സംഘാടകൻ രാജു ആയിരുന്നല്ലോ. അത് ശരി തന്നെ ഏട്ടാ. പക്ഷെ ഇക്കാര്യത്തില് രാജുവിനെ സംഘാടകനാക്കാൻ പറ്റില്ലല്ലോ. രാജു വരനല്ലേ, കല്യാണ ചക്കനല്ലേ. ചെറിയ കല്യാണമാണെങ്കിലും അത് അന്തസ്സായും ഭംഗിയായിട്ട് നടത്തണ്ടേ ശേര. യവനെ കൊണ്ടാണെങ്കിൽ ഒരു കാര്യത്തിനും കൊള്ളില്ല. എന്തെങ്കിലും ചുമതല ഏൽപ്പിച്ച അത് നശിപ്പിച്ച് കൈതരും. ആരാ രാജു? ഹലോ സാർ.